ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 24-ാം തീയതിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനു മുമ്പേ ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പ് ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പപ്പയും മമ്മിയെ കൊണ്ട് അവർ ആദ്യമായിട്ടാണ് ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്പം നമ്മൾ ക്രിസ്മസ് മാർട്ടിൽ നിന്ന് ഒരു കറി ബൂസ്റ്റ് വാങ്ങിച്ചായിരുന്നു. പിന്നെ കുറച്ച് ബ്ലൂ വൈൻ വാങ്ങിയായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി പപ്പയും മമ്മിയും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ മോക്കും കറി ബൂസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കുറേ ഫൺ ടൈമായിട്ട് കുറച്ച് നേരം നമ്മൾ ക്രിസ്മസ് മാർട്ട് എൻജോയ് ചെയ്തു. ഷാനും മോനും വന്നില്ല. ഞാനും മോളും പപ്പയും മമ്മിയും മാത്രമാണ് പോയത്. കൂട്ടത്തോടെ പാട്ടുകൾ പാടി മാലാഖമാരാനന്ദത്താൽ നൃത്തം ചെയ്തല്ലോ. ഇടയന്മാർ കൂട്ടത്തോടെ പാട്ടുകൾ പാടി മാലാഖമാരാനന്ദത്താൽ നൃത്തം ചെയ്തല്ലോ. മംഗളം ശുഭമംഗളം ശുഭമംഗളത്തിൽ ആനന്ദിപ്പാൻ വാ. ആടി 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 പാടി 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 മംഗളത്തിൽ ആനന്ദിപ്പാൻ വാ. ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചീട്ട് എടുക്കാൻ പോവാണ്. അപ്പം കമോൺ, ഇന്നത്തെ ക്രിസ്മസ് ഫ്രണ്ട്. യാ, ആദ്യം മമ്മി ഒരു ഇതെടുക്കൂ, പിന്നെ പറഞ്ഞാൽ മതി. ഇനി പപ്പ, ഷാനി, ആഡം, എസ്ര. കം എസ്ര. ഇനി ആദ്യം അമ്മച്ചിയുടെ പറയൂ. അമ്മച്ചിയുടെയാണ് ആഡം ഷാനു ജോൺ. അമ്മച്ചിയുടെ ഫ്രണ്ട് ഷാനു സുഭാഷ് അപ്പച്ചന്. അടുത്ത ഷാനി എം എ ജോൺ. വാവ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. അന്നമ്മ ജോൺ. എസ്ര ഷാനു ജോൺ. മമ്മയ്ക്ക് കിട്ടിയത് എസ്ര ഷാനു ജോൺ. അതിന് മമ്മയ്ക്ക് എസ്രയ്ക്ക് കിട്ടിയത് മമ്മീനെയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട്സ്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ
ഈ വർഷത്തെ ക്രിസ്മസ് കേക്കാണ് ഇത്. ഓക്കെ, ഞങ്ങളുടെ ഇവിടുത്തെ പ്ലം കേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പപ്പയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. പപ്പ കട്ട് ചെയ്ത് നമുക്ക് തരും. ഇതാ പിടിച്ചോളൂ. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പപ്പയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതാ കേക്കിൻ്റെ പാക്കറ്റൊക്കെ. വെയിറ്റ് ചെയ്യൂ, നമ്മൾ കട്ട് ചെയ്യുവാണ്. വാവ്, നമുക്ക് നല്ല ഇറ്റാലിയൻ കേക്കാണ് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്നത്. റെഡി, 1 2 3 നോക്കിക്കോ. Merry Christmas. Okay, ini ba? അപ്പച്ചനാണ് ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷാന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പച്ചൻ എന്താ ഗിഫ്റ്റ് എടുത്തോളൂ. ഇവിടുത്തെ പപ്പയുടെ ഫ്രണ്ട് ആരാണ് കിട്ടിയെന്ന് പറഞ്ഞു. ഈ അവസരം തന്നതിൽ നന്ദി പറയുന്നു. എൻ്റെ ഫ്രണ്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാനുവിനെയാണ്. അദ്ദേഹത്തിന് ക്രിസ്മസ് സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഷാനാണ് ഗിഫ്റ്റ്. വാവ്, അങ്ങനെ ഷാന് ഗിഫ്റ്റ് കിട്ടി. ഇനി അടുത്തത് ഷാനാണ്. ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? ഷാന് തന്നെയാണ് വീണ്ടും കൊടുക്കാനുള്ള ഗിഫ്റ്റ്. അടുത്തത് അമ്മച്ചിയാണ്. 2025 എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എൻ്റെ ആദംകുട്ടനാണ്. ഞങ്ങൾ ഇവിടെ 2 മാസത്തെ അവധിക്ക് വന്നതാണ്. അപ്പം ഞങ്ങൾ ഒഫീഷ്യലി ആലോചിച്ച് ഒന്നും നേരത്തെ സജഷനൊക്കെ എടുത്തതാണ്. എങ്കിൽ തന്നെ ആദംകുട്ടനെ എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. സർപ്രൈസാണ്. ഞാൻ ഗിഫ്റ്റ് കൈമാറുക. വെയിറ്റ് ചെയ്യണം. ആടൻകുട്ടൻ ഇനിയും ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ആടൻകുട്ടന്റെ ഗിഫ്റ്റ്, സൂപ്പർ ഗിഫ്റ്റ്. പിടിച്ചോ. ഓ, ആടൻകുട്ടന് പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ ആണോ? ഇനി താഴെ വെച്ച് കൊടുക്ക. ആടത്തിന് താഴെ വെച്ച് കൊടുക്കൂ. ആടൻകുട്ടന്റെ ഫ്രണ്ട് ആരാണ്? പറ. അമ്മച്ചി. പറ. അമ്മച്ചി. അപ്പൊ ആടൻകുട്ടൻ എന്താണ് അമ്മച്ചിക്ക് കൊടുക്കുന്നത്? I love you അമ്മച്ചി എന്ന് പറ. ഉമ്മ. അടുത്തതാണ്. അപ്പൊ എനിക്ക് കിട്ടിയേക്കുന്ന അത് തന്നെ, എനിക്ക് കിട്ടിയേക്കുന്ന ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്ന എസ്രയാണ്. എൻ്റെ മോള് തന്നെയാണ്. അപ്പൊ എസ്രയ്ക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അത് മമ്മയുടെ ഗിഫ്റ്റാണ്. എസ്ര നേരത്തെ എടുത്തു. അപ്പൊ ഇത് മമ്മയുടെ ഗിഫ്റ്റാണ്. മമ്മയ്ക്ക് പുതിയ ഗിഫ്റ്റാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യൂ. എസ്രയ്ക്ക് ഇതാ വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. അടുത്ത ഗിഫ്റ്റ്. ഇനി മമ്മയുടെ വക ആടൻകുട്ടന് ഒരു ഗിഫ്റ്റ് കൂടെ. ഗിഫ്റ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മള് ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ അപ്പച്ചന്റെ ഗിഫ്റ്റ് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എല്ലാരും ഗിഫ്റ്റും കാണണമല്ലോ.
അപ്പം ദാ അപ്പച്ചന് എന്താണ് കിട്ടിയേക്കുന്നതെന്ന് അപ്പച്ചൻ പൊക്കി കാണിക്കണം. ഓക്കെ, വെയിറ്റ് ചെയ്യണം നമ്മള്. എന്താണ് അപ്പച്ചന് കിട്ടിയിരിക്കുന്നത്? വാവ്, ഇഷ്ടപ്പെട്ട? ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ് എന്താണ്? അടുത്ത ഗിഫ്റ്റ് അപ്പച്ചൻ എന്താണ് നോക്കൂ. ഫുൾ ഓവർ. തുറന്നു നോക്കൂ. അത് എന്താണ് ബാക്ക് ഡിസൈൻ കാണിക്കൂ. എന്താണ് അപ്പച്ചന് മനസ്സിലായ ഡിസൈൻ കണ്ടിട്ട്? ആ, അപ്പച്ചൻ തിരിച്ചു കാണിക്കൂ അമ്മച്ചി. ഓക്കെ, അത് ആടൻകുട്ടന്റെ അപ്പച്ചന്റെ ഫോട്ടോയാണ് നമ്മള് ടീഷർട്ടിന്റെ ബാക്കിൽ വെച്ചേക്കുന്നത്. അടുത്തത് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകുന്നത് ഷാനാണ് അടുത്തത്. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഇതില് നമുക്ക് പൊട്ടിക്കാം. അടുത്ത ഷാനാണ് പൊട്ടിക്കുന്നത്. എന്താണ് ഷാന് കിട്ടിയെന്ന് നോക്കാം. ക്യാമറ കാണിക്കുക. 2 ഗ്ലാസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം വല്ലപ്പോഴും എന്തെങ്കിലും ഒഴിച്ച് ചായ കുടിക്കാനോ എന്തിനേലും ഒക്കെ ഉപകരിക്കും അല്ലേ? നല്ല ഗിഫ്റ്റ്. അടുത്തത് ആടൻകുട്ടൻ്റെ ആണ് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആടൻകുട്ടൻ്റെ, കാരണം ഇത് ഒരു ലോഡ് കണക്കിനുണ്ടല്ലോ. ബിഗ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്തോട്ടെ. ഇവിടെ മുട്ടായി ഉണ്ട് എല്ലാവർക്കും. ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. പാക്കറ്റിൻ്റെ അകത്തുനിന്ന് ഇവൻ ഒരുപാട് എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തെടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പാക്കറ്റിൽ നമുക്ക് കിട്ടുമ്പം ഇതിങ്ങനെയല്ല കിട്ടുന്നത്, നമ്മൾ വേണം ഇതെല്ലാം ജോയിൻ ചെയ്യാൻ. ഞങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടൻകുട്ടൻ ഇതൊന്ന് നോക്കിയേ. അടുത്തത് നോക്കൂ. ആടൻകുട്ടൻ ഇഷ്ടം പോലെ സ്കെച്ച് പെൻസിലുണ്ട്. അപ്പം ഇട്ട് വെക്കാൻ ഒന്നുമില്ല അങ്ങനെ. അപ്പം അത് സ്റ്റോർ ചെയ്യാനൊരു സാധനമാണ്. അത് ഇഷ്ടപ്പെട്ടു, ഹെൽപ്പ് ചെയ്യുകയാണ്. എടുക്ക്. ആടൻകുട്ടൻ്റെ സ്കൂട്ടറിൻ്റെ കൂടെ കിട്ടിയ ഹെൽമെറ്റ് ആണ്. അപ്പം ആടൻകുട്ടന് ഇത്തവണ സ്കൂട്ടർ, ഹെൽമെറ്റ്, പിന്നെ സ്കെച്ച് പെൻസിൽ വെക്കുന്ന സംഭവം. ഓക്കെ, കൂൾ. യാതാ, ഇനി ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഇനി ഒരു ഷോ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതും കൂടെ കാണുക കേട്ടോ ഗൈസ്. വാവ്, ഗുഡ്. ഇനി അമ്മച്ചിയുടെ ഗിഫ്റ്റ് ആണ് അടുത്തത് പൊട്ടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അമ്മച്ചിക്ക് ഒരു വാട്ടർ ബോട്ടില്, അതിൻ്റെ അകത്ത് 2 ചോക്ലേറ്റും ഉണ്ട്. വെയിറ്റ്. അത് കഴിഞ്ഞ് ഒരു പേഴ്സ്. ഓക്കെ, ഇതൊരു ഗിഫ്റ്റ്. ഇനി അടുത്ത ഗിഫ്റ്റ് ഇതിവിടെ വെക്കാം നമുക്ക്. ഈ ഫുൾ ഓവറിൻ്റെ അകത്ത് അമ്മച്ചിയും കൊച്ചുമോളും ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് അപ്പച്ചനും കൊച്ചുമോനും ആയിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പം ഇത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ വർക്ക് ചെയ്ത ഫുൾ ഓവറാണ്. അപ്പം ദാ മമ്മി ഇന്നിട്ട് ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചോ. ഇതാണ് മമ്മിയുടെ ഇത്തവണത്തെ ഗിഫ്റ്റ്. ഓക്കെ, ഇനി എസ്ര ബേബിയുടെ അടുത്ത നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ ടീഷർട്ടിൻ്റെ പണിപ്പുരയിലെ കുറച്ച് വീഡിയോകളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരുന്നത് അതൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് കട്ടിങ് മെഷീനുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിരുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നമ്മളുടെ ഇത് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ടീഷർട്ടൊക്കെ സെറ്റ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ടീഷർട്ടാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം കമൻറ്റിൽ പറയണം. ഇത് മമ്മിയുടെയും പപ്പയ്ക്കും വേണ്ടിയിട്ട് വെച്ചിരുന്ന പുള്ളോവറച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്താണെന്ന് എസ്രയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഈ സ്കൂട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ഇനി സെറ്റ് ചെയ്യണം. നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ബേബി അത്ര എക്സൈറ്റഡ്, അവൾക്ക് അറിയത്തില്ലല്ലോ.
അപ്പം ആടൻകുട്ടൻ ഭയങ്കര പിന്നെ അത് ധൃതി കാണിക്കുക ആ ഗിഫ്റ്റ് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എസ്രയുടെ നമ്മൾ ഇനി അത് സെറ്റ് ചെയ്യണം. ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തിടുന്നതായിരിക്കും. മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ദാ സ്കൂട്ടർ. വാവ്. അടുത്ത ഒരു ബോട്ടിലാണ് എസ്രയ്ക്ക്. അപ്പം അമ്മച്ചിക്കും ബോട്ടിൽ കിട്ടി, എസ്രയ്ക്കും ബോട്ടിൽ കിട്ടി. ഇനി അടുത്തത് മമ്മയുടെ ഗിഫ്റ്റാണ്. പിടിച്ചോളൂ. അപ്പൊ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താന്ന് എനിക്കൊരു കുഞ്ഞ് മേക്കപ്പ് ഓർഗനൈസർ പോലത്തെ സംഭവമാണ്. അപ്പം എന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ അകത്ത് എനിക്ക് മേക്കപ്പിന്റെ ബ്രഷസ് ഉണ്ട്. ഇതാണ് അപ്പം എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ക്രിസ്മസ്. അപ്പം എല്ലാവർക്കും മേരി ക്രിസ്മസ് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. അപ്പം എൻ്റെ റോം ഹെർ ലൈഫ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ മേരി ക്രിസ്മസ് വിഷ് ചെയ്യുന്നു. അപ്പം മേരി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു, ഭയങ്കര കാറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് പൂത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ഈ 2025 ക്രിസ്മസിൻ്റെ ഞങ്ങൾ 24 തീയതിയാണ് ഇത് ആഘോഷിക്കുന്നത്. കൂടുതലും ജർമ്മനിയിൽ എല്ലാവരും 24 തീയതി ഡിന്നറോടുകൂടി ഫാമിലിയോടുകൂടി ഇരുന്ന് എല്ലാവരും ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 24 തീയതി ഇങ്ങനെ എല്ലാം ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചു കുട്ടികളുടെ കൂടെ. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസൊക്കെ വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ക്രിസ്മസ് നേരുന്നു. റോം ഹെർ ലൈഫിലെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് വിഷ് ചെയ്യുന്നു, നല്ലൊരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും നന്നായിട്ടിരിക്കട്ടെ, ഹെൽത്തി ആയിട്ടൊരു ന്യൂ ഇയറും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത പാട്ട് അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ ഓക്കെ, ബൈ.